പാലായിൽ പാലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ പ്രകടനം നടന്നത്. സ്വാതന്ത്ര്യവും നീതിപൂർവവുമായ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ച് ബിജെപിയും അവരുടെ സർക്കാരും നടത്തുന്ന വോട്ട് കൊള്ളയ്ക്കെതിരെ സമരം നയിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പാലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നീതിപൂർവമായ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന BJP സർക്കാരുകൾ നടത്തുന്ന വോട്ട് കൊള്ള, ആ വോട്ട് കൊള്ളക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പ്രകടനം നയിച്ചത്. പാർലമെന്റിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്കാണ് 2 കിലോമീറ്റർ ദൂരം. 300ഓളം MP-മാർ, രാജ്യസഭയിലും ലോകസഭയിലുമുള്ള 300 MP-മാർ പങ്കെടുത്ത വലിയൊരു പ്രകടനമായിരുന്നു. പക്ഷേ ആ പ്രകടനത്തെ എല്ലാം BJP സർക്കാർ അതിക്രൂരമായിട്ടാണ് നേരിട്ടത്. നമ്മൾ വാട്സാപ്പിൽ കണ്ടതാണ്, TV-യിൽ കണ്ടതാണ്, പത്രങ്ങളിലെല്ലാം വാർത്തകൾ കണ്ടതാണ്. അതിക്രൂരമായ നടപടിയെടുത്തത്. രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കുന്ന, ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന നയത്തിനെതിരെ ഞാൻ നടത്തുന്ന പോരാട്ടമാണ് ഇത് എന്നാണ്. വാസ്തവത്തിലല്ലേ ശരി? ഈ പോരാട്ടത്തിന് പിന്നിൽ, അതിന് പിന്നിൽ ഇന്ത്യയിലെ മുഴുവനും ജനാധിപത്യ വിശ്വാസികളും കോൺഗ്രസും അണിനിരക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എൻ സുരേഷ്, പ്രൊഫസർ സതീഷ് ചൊളാനി, സന്തോഷ് മണർകാട്, സാബു എബ്രഹാം, ഷോജി ഗോപി, ബിജോയ് എബ്രഹാം, ജെയിംസ് ചാക്കോ, ഷിജി ഇലവുമുട്ടിൽ, തോമസ് കുട്ടി നെച്ചിക്കാട്ട്, അഡ്വക്കേറ്റ് റെജി തോമസ്, ദേവസ്യ KJ, ടോണി തൈപ്പറമ്പിൽ, കിരൺ മാത്യു, റെജി തലക്കുളം, ആനി ബിജോയ്, ഹരിദാസ്, ബിനോയ് ചൂർണോലി, രാജു, മാത്തുക്കുട്ടി കണ്ടത്തിപ്പറമ്പിൽ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. i4A ന്യൂസ് പാലാ.